Chicken stew. Guys, my name is Shan Gio and welcome to the video. ഇന്ന് നമുക്ക് ഡിന്നറിന് ചിക്കൻ സ്റ്റൂവും പുട്ടും ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ടാവും? നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പുട്ടും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്. പിന്നെ അത് മാത്രം പോരല്ലോ, ചിക്കൻ വേണം. അപ്പം ഞാൻ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചിക്കനും തേങ്ങ ഇവിടെ റെഡിയാണ്. നമുക്ക് ബാക്കി കുറച്ച് സാധനം കൂടി ആവശ്യമുണ്ട്. നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടേറ്റോ, അതുപോലെ ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഷാൻജിയ ചേട്ടൻ്റെ റെസിപ്പി നോക്കിയിട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ പാത്രം കുറച്ച് ചെറുതായി പോയിട്ട് അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ 2-ാം പാലോ 3-ാം പാലോ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളത്തിൽ കിടന്ന ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വീറ്റിന്റെ പുട്ടാണ് കേട്ടോ. വീറ്റിന്റെ പുട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ആരുണ്ടാവില്ലല്ലോ അല്ലെ. വീറ്റ് പൊടി എടുക്കുക, അതിലേക്ക് നമ്മൾ വെള്ളം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം പുട്ടിന്റെ കുറ്റി എടുക്കുക. നമ്മൾ അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ പുട്ടിന്റെ പൊടി നിറച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ പുട്ട് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ 1-ാം പാല് 2-ാം പാല് 3-ാം പാല് അങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചു, ഏറ്റവും അവസാനം 1-ാം പാല് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് പെപ്പർ ചേർത്ത് കൊടുത്തു, ഗരം മസാല ചേർത്ത് കൊടുത്തു, കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പുട്ട് നേരത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂവും കൂട്ടി പുട്ട് കഴിക്കാം.